ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് മാസ്ക് വീഡിയോ ആണ്. വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഫേസ് മാസ്ക് ചെയ്തെടുക്കും നോക്കാം. വേറൊരു പ്രത്യേകത ഉണ്ട് ഈ ഫേസ് മാസ്കിൽ, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് ഫേസ് മാസ്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് പൗഡർ എടുക്കാം. നിങ്ങൾക്ക് റൈസ് പൗഡർ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ അരിനൊന്നും പൊടിക്കാൻ പോവല്ല കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് തന്നെ റൈസ് പൗഡർ കിട്ടും. പത്തൽ പൊടി എന്നും പറയും, ഇല്ലെങ്കിൽ നൈസ് പൗഡർ എന്നും പറയും. അതിൻ്റെ അടുത്ത് അമ്മ ഇടിയപ്പം ചെയ്യാൻ മേടിച്ച് വെച്ച പൊടിയാണത്. എന്ന് കുറച്ച് നമുക്ക് എടുക്കാം. പിന്നെ തൈരുള്ളവർ തൈരെടുക്കാം, പാലുള്ളവർ പാലെടുക്കാം. അപ്പം എൻ്റെ അടുത്തുള്ള തൈരാണ്. അപ്പം ഞാൻ തൈരിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും. പിന്നെ ഇത് കാപ്പിപ്പൊടി വേണം. ഞാൻ കാപ്പിപ്പൊടി മേടിച്ചിട്ട് ഹോർലിക്സിൻ്റെ കുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി നിങ്ങൾ ഹോർലിക്സ് ഇടല്ലേ, കാപ്പിപ്പൊടിയാണ് വേണ്ടത്. ഞാൻ കാപ്പിപ്പൊടി എടുത്തിട്ട് ഹോർലിക്സിൻ്റെ കുപ്പിലിട്ട് വെച്ചിട്ടുള്ളതാട്ടോ. അപ്പം നമുക്കിതൊക്കെ മിക്സ് ചെയ്യാം. എന്തൊക്കെ മിക്സ് ചെയ്യണം? കടലമാവ്, അരിപ്പൊടി, പിന്നെ കോഫി പൗഡറും, തൈരുള്ളവർ തൈര്, ഇല്ലെങ്കിൽ പാലുള്ളവർ പാലിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റ് മാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഒരു അപ്ലൈ ചെയ്തിട്ട് 5 to 10 minutes വെക്കണം. പിന്നെ അപ്ലൈ ചെയ്തിട്ട് 2 minutes എങ്കിലും മസാജ് ചെയ്യാം കേട്ടോ ഫേസ്. അപ്പോൾ ഇത് ഞാൻ മിറർ നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് മിറർ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇത് എന്താ പറയുക, അപ്ലൈ ചെയ്തിട്ട് ഒരു 2 minutes മസാജ് ചെയ്യുക. എന്നിട്ട് 5 to 10 minutes നമ്മുടെ ഫേസിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്യുക. 2 കൈ ഉപയോഗിച്ച് മസാജ് ചെയ്യുക കേട്ടോ. ഇപ്പം എൻ്റെ ഒരു കയ്യിൽ ഫോണുള്ളത് കൊണ്ട് ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ട്രൈപോഡൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു കൈ വെച്ച് മസാജ് ചെയ്ത് തേക്കണത്. പിന്നെ ഒരു കയ്യിൽ ഫോണുള്ളത് കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 2 minutes, എന്നിട്ടൊരു 5 to 10 minutes വയ്ക്കുക. എന്നിട്ട് മാത്രം വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 5 to 10 minutes വെച്ച ശേഷം കാണാം. അപ്പോൾ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം. നമുക്കൊരു ടൊമാറ്റോ എടുക്കാം. ടൊമാറ്റോ എടുത്ത് 2 പീസ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്നറിയാലോ, ഇതാ കണ്ട 2 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് സ്ക്രബ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് കഴുകിയതിന് ശേഷം മാത്രമാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റ് നന്നായിട്ട് ഇതാട്ടെ, എന്താ പറയുക, ഡ്രൈ ആയിട്ട്. അപ്പോൾ ഇത് 5 to 10 minutes ആയിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്യാം. സോപ്പൊന്നും ഇടാൻ പാടില്ല. നന്നായിട്ട് വാട്ടർ മാത്രമായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫേസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൊമാറ്റോനെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊരു 5 to 10 minutes സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. നിങ്ങൾ തന്നെ ഷോക്ക്ഡ് ആവും, ഇത് ഞാൻ തന്നെയാണോ? അങ്ങനെയല്ല, കുറച്ചൊക്കെ റിസൾട്ട് കിട്ടും. നല്ല ബ്രൈറ്റനിങ് ആവും, സ്കിൻ നല്ല സ്മൂത്തനിങ് ആവും. ബിക്കോസ് നാച്ചുറൽ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വെള്ളത്തിൽ വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റില്ല, റിയലിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ.